അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് റബ്ബിലേക്ക് അവലംബമാകേണ്ട മനസ്സുമായി ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ തിരിയുന്നുവോ, എവിടെയൊക്കെ നിന്റെ ആഗ്രഹങ്ങളും വേവലാദികളും ആവലാദികളുമായി നീ ആരിലേക്കൊക്കെ കൈ ഉയർത്തുന്നുവോ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നീ പോയി തേടുന്നുവോ, ഫഹുവ സനമുക, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ. ഷെയ്ഖ് ജീലാനി പറയാൻ, അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ രക്ഷകളുമായി നീ സഹായം തേടുന്നുവോ, ആരെ നീ വിളിച്ചു തേടുന്നുവോ, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അത് പച്ചയായ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, ശേഷം പറയുന്നു, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു വെറുക്കപ്പെട്ട, ഏറ്റവും അല്ലാഹുവിന് കോപമുള്ള നരകം ശാശ്വതമാകുമെന്ന് ഖുർആൻ പറഞ്ഞ, സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആ ശിർക്ക് നീ ഹൃദയത്തിൽ വെച്ചിട്ട് നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല മോനെ. ഷെയ്ഖ് ജീലാനി പറയാൻ, നമ്മൾ പറയല്ല, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ ശിർക്കാണ് നീ വെച്ചിട്ടുള്ളത്. എന്നാൽ പരിഹാരം പറഞ്ഞിരുന്നു, കേട്ടോളൂ. 1000 വട്ടം ഷെയ്ഖ് ജീലാനിയെ വിളിക്കണമെന്ന് പറഞ്ഞ ഖുതുബിയ്യത്ത് നേർച്ചയാക്കി പോയവരെ, മുഹീദ്ദീൻ മാലയിലൂടെ ഷെയ്ഖ് ജീലാനിയെ തെറ്റിദ്ധരിച്ച് വിളിച്ചു തേടിയവരെ, ആ കാലം നിങ്ങൾ മാറ്റിവെക്കണം, ആ ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. കാരണം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മെ പഠിപ്പിച്ച വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. കേട്ടോളൂ, അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളി പോലെ ശുദ്ധിയാക്കിക്കോ, പള്ളി പോലെ നീ സ്ഫുടം ചെയ്തെടുത്തോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? എന്താ പള്ളിക്കുള്ള പ്രത്യേകത? കമാ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് എടുത്തു കൊടുക്കുകയാണ്. എന്താ ആയത്ത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിക്കുള്ളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ചു തേടല്ല. അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു തേടാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അതുപോലെ തന്നെയുള്ളതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് അല്ലാഹുവിനെ മാത്രം തേടാനുള്ളതാണ്. ഇതുപോലെ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമെന്ന് ലോകത്തിന് നൽകിയ മഹാനായ ഷെയ്ഖ് ജീലാനിയെ തന്നെ സഹോദരങ്ങളെ ഷെയ്ഖ് എത്രയോ പള്ളികളില് ഖുതുബിയ്യത്തിലൂടെ വിളിച്ചു തേടുകയാണ്. വല്ലാഹു അഅതാകഹു ഫഅൻത മാലികഹു വനജ്ഹി മിൻ ലലാഫിഹാ മാ ഹാലികഹു സുൽത്താന കുല്ലി വലി മുഹയ്യദ്ദീൻ. എന്താ പറയുന്നത്? അങ്ങയുടെ ഖാദിരിയ ത്വരീഖത്തില് ഈ മുരീദായ എന്നെയും അംഗമാക്കണേ ശൈഖേ. വമിൻ അബ്ദിക അബ്ദൻ ത്വാഇന്നതും, അങ്ങേ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയായി അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ മൊയ്തീൻ ശൈഖേ. മാത്രമല്ല ബസ്റുഫ് ഹാദി സിറാത്തൻ അൻത സാലികവോ, അങ്ങ് സഞ്ചരിച്ച ശുദ്ധമായ മാർഗത്തിലൂടെ എന്നെയും വഴി നടത്തണേ മൊയ്തീൻ ശൈഖേ. നോക്കി നിങ്ങൾ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നിന്നോട് ഞങ്ങള് സിറാത്തുൽ മുസ്തഖീമിനെ ചോദിക്കുകയാണ്. ആ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണേ. അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഹിദായത്ത് ഷെയ്ഖ് ജീലാനിയോട് ഖുതുബിയ്യത്തിലൂടെ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്ന എന്താ നിങ്ങള്? വല്ലാഹു അഅതാകഹു ഫഅൻത മാലികഹു, അങ്ങല്ലേ അതിന്റെ മാലിക്. കാരണം ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ. സഹോദരങ്ങളെ, ഹിദായത്തിലേക്ക് ഒരു മനുഷ്യനെ കടത്തുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാ. അത് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കുവെക്കലാണ്, ലാ ഇലാഹ ഇല്ല തകരുന്ന വിശ്വാസമാണ്. കാരണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പ്രബോധന സമയത്ത് ഏറെ സഹായിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ചു വന്ന് ഹിദായത്തിലാകാൻ.
ആ സമയത്ത് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നാര പിതൃവ്യ ഒന്ന് ലാ ഇലാഹ എന്ന് ചൊല്ലണേ. നബി ഏറെ ആഗ്രഹിച്ചു ഒന്ന് ഹിദായത്തിലാകാൻ. പക്ഷെ അയാൾ മുശ്രിക്കായി മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ കരഞ്ഞ കണ്ണുമായി സങ്കടപ്പെട്ട് വീടും നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹു തആല ആശ്വാസമായി ഇറക്കിയത് ആയത്താ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഓ പ്രവാചകരെ മുഹമ്മദ് നബിയേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല നബിയേ. ഹിദായത്ത് നൽകുന്നവൻ അല്ലയാണ്. ആര് ഹിദായത്തിലാകണമെന്ന് അല്ലാഹുവിനറിയാം. എങ്കിൽ സഹോദരങ്ങളെ, ശൈഖ് ജീലാനിയോട് ഇവിടെ ചോദിക്കുന്നത് എന്താ? ബസ്റുഫു ഹാദി സിറാത്തൻ അൻത സാലികവോ വല്ലാഹു അതാകഹു ഫഅൻത മാലികവോ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ വഴി നടത്തണേ മൊയ്തീൻ ശൈഖേ. ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ, അല്ലാഹു അങ്ങേക്ക് അതിന്റെ ഉത്തരവാദിത്തം തന്നിട്ടില്ലേ എന്നാണ്. ശൈഖ് ജീലാനിക്ക് അത് സാധിക്കോ സഹോദരങ്ങളെ? അത് സാധിക്കുമെന്ന് അല്ലയോ റസൂലോ പറഞ്ഞിട്ടുണ്ടോ? ശൈഖ് ജീലാനി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയോട് മാത്രമായി ചോദിക്കേണ്ട ദുആകള് അല്ലാഹുവിന്റെ പടപ്പുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഖുർആൻ സൂറത്ത് ഫാത്തിറിലൂടെ അതിന്റെ 13, 14 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, ആലിക്കും അല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനാണ്. എങ്ങനെയുള്ളവൻ? നിങ്ങൾക്ക് മഴ നൽകിയ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്ന, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മുളപ്പിച്ചു തന്ന, നിങ്ങളെ പൂർണ്ണമായി പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു തആല ലഹുൽ മുൽക്കു, അവനാകുന്ന ഒരു രാജാധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, ഞാനല്ല. മായം ലികൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ മുകളിലുള്ള, നോക്കി നിങ്ങൾ, ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള പാടയുണ്ടല്ലോ, ആ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ഒരു ഉദാഹരണത്തിന്റെ ആ അത്ഭുതം നിങ്ങൾ കാണണം. അതിന്റെ വിശാലത, അതിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈത്തപ്പഴക്കുരു, ഈത്തപ്പഴത്തിനകത്തുള്ള ഒരു കുരു, അതിന്റെ മുകളിൽ കട്ടി കുറഞ്ഞൊരു പാടയുണ്ട്. എത്ര ദുർബലമാണത്. അതുപോലെയാണ് അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവര് ഒരിക്കലും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നു, തദ്ഊഹു, നിങ്ങളവരെ വിളിച്ചാൽ, നിങ്ങളവരെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമീഉനി, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാലോ അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യഗ്ഫിറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവര് നിഷേധിക്കുന്നതാണ്. അവർ പറയും, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലികൾ പറയും, അല്ലാഹുവേ ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ വിളിച്ചു തേടാൻ ഞങ്ങൾക്ക് നീ തന്ന മുഇസ്സത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾക്ക് ഐബറിയും, ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതറിയും, അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് തേടിക്കോളൂ എന്ന്. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കാരണം നിന്നോട് തേടാനല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മഹാന്മാര് മുഴുവനും കൈയൊഴിയുമെന്ന് മാത്രമല്ല, അല്ലാഹു തആല സഹോദരങ്ങളെ ആ പ്രവൃത്തിയെ ശിർക്കാണ് എന്നും ശിർക്ക് ചെയ്തവർക്ക് നരകം നൽകുമെന്നും പറയുന്നു. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേറെ ആരുമില്ല. ഇത് നമ്മൾ പറഞ്ഞുതരാൻ നമ്മുടെ ബാധ്യതയാണ്. വെറുപ്പുണ്ടാകും, വിഷമുണ്ടാകും. ത്യാഗത്തിലുള്ള സ്വർഗത്തിൽ പോണെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആ പ്രയാസം ഒന്നാമത്തെ മേഖലയിൽ തന്നെ കടന്നു വരും. എന്ന് പറഞ്ഞാൽ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മാറാൻ തയ്യാറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങളെ നമ്മിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു പടപ്പിനെയും വിളിച്ച് സത്യം ചെയ്യാൻ പാടില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ ഖലഫ ബിഗൈരില്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് കഫറ ഔ അശ്റക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു അല്ലാത്തവർ വിളിച്ച് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, അവൻ കാഫിറായി.
അപ്പൊ ബദരീങ്ങളാണ് സത്യം, അമ്പർത്ത തങ്ങളാണ് സത്യം, ഈ കൊടിഞ്ഞീത്ത പള്ളിയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആലയുടെ സൃഷ്ടികളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് ഒരിക്കലും തന്നെ നമുക്ക് പാടില്ല. പക്ഷെ ഇന്ന് മനുഷ്യന്മാരില് അല്ലാഹുവാണ് സത്യം എന്ന് പറയാൻ, വല്ലാഹി എന്ന് പറയാൻ ഒരു മടിയില്ല. ഉണ്ടോ? കോടതിയിലൊക്കെ അന്യന്റെ മുതൽ കെട്ടിട്ട് പിടിച്ചു പറിച്ചിട്ട് കേസ് വന്നാൽ അവിടെ കയറിയിട്ട് ചോദിക്കുമ്പോ ആദ്യം തന്നെ പറയുന്നത് എന്താ? ദൈവത്തെ പിടിച്ചുകൊണ്ട് സത്യം പറയുമോ? ഓ പറയും, അല്ലാഹുവാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി കോടതിയിൽ ഒരു കേസെത്തി. എന്താ കേസ്? ഒരു കുടുംബത്തിന് വലിയൊരു തുക കളവ് പോയപ്പോൾ അത് എടുത്തത് കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നറിയാം, പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. അള്ളാനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വട്ടം സത്യം ചെയ്തു. കേസുകൾ മുന്നോട്ട് പോയപ്പോൾ അവസാനം അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി കിളിക്കട്ട ജാറത്തിലേക്ക് മാറ്റിയാന്ന് പറഞ്ഞു. ആ പള്ളിയിൽ പോയിട്ട് ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്താൽ മതി. അള്ളാഹു അല്ലാത്തവരെ പേരിലാണ് സത്യം, അള്ളാന്റെ പേരിലല്ല. അവിടെ കിടക്കുന്ന ഔലിയ, ആ പള്ളിയിലുള്ള ആ അല്ലെങ്കിൽ കൊടിഞ്ഞിപ്പള്ളി, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഖബർ കെട്ടിയുയർത്തപ്പെട്ട അങ്ങനെയുള്ള സ്ഥലമുണ്ടല്ലോ, ആ ജാറത്തിങ്ങ് പോയിട്ട് അവിടെ നിന്ന് സത്യം ചെയ്താൽ മതി, എങ്കിൽ കേസ് പിൻവലിക്കാന്ന വിധി അങ്ങനെ വെച്ചു. കുടുംബസമേതം ഒരു വാഹനത്തിൽ യാത്ര പോവുകയാണ്. വഴിമധ്യേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, വാഹനം തിരിച്ചു വിട്ടോളി, നമുക്ക് അങ്ങനെ പോകണ്ട. എന്ത്? ഞങ്ങളെന്നെ എടുത്തത്. അള്ളാനെ വിളിച്ച് 100 വട്ടം സത്യം ചെയ്ത മനുഷ്യന്മാർക്ക് അള്ളാന്റെ പടപ്പുകളെ വിളിച്ച് സത്യം ചെയ്യാൻ പേടി. കാരണം എന്താ? കറാമത്തിലൂടെ വയറ്റുന്ന് ചോര പോകും, വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കയറുമ്പോ ഇസ്ലാമികമായ നിബന്ധനകളൊക്കെ ചിലപ്പോൾ പാലിക്കാതെ പോകും. ഇഖ്ലാസ് ഉണ്ടാവൂല, ഖുശൂ ഉണ്ടാവൂല, ചൊറിഞ്ഞ് മാന്തി കോട്ടാവിട്ട് അല്ലേ, നിസ്കാരം കഴിഞ്ഞാലോ പൊടി തട്ടിയിട്ട് മിഹ്റാബിലേക്ക് മൂടാക്കിയിട്ട് തിരിച്ചും പോരും. എന്നാൽ ജാറത്തിലേക്ക് പോകുന്ന ഒരാളുകൾ കണ്ടിട്ടുണ്ടോ? വളരെ തഖ്വയോടുകൂടി ഒന്നെടുത്ത് ചെരുപ്പ് കഴിച്ചു കാൽമുട്ടുകൾ ഇങ്ങനെ വറച്ച് ചുണ്ടുകളൊക്കെ ഇടറി അവൻ നേരെ പോകും. അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഹൃദയം ഇങ്ങനെ വിതുമ്പി കണ്ണുനീരൊഴുകി സങ്കടങ്ങൾ അവിടെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പറയും. എന്നിട്ട് തിരിച്ചു പോരുമ്പോഴോ തങ്ങൾക്ക് നിന്റെ മൂട് കണ്ടാല് അപകടമാകുമെന്ന് വിചാരിച്ചിട്ട് ഒഴിയാന പോലെ മാതിരി പിന്നിക്കന്നടിക്കും. ഞാൻ വെറുതെ പറയല്ലത്, പരിഹസിക്കല്ല. കാരണം എന്താ? ആ രൂപത്തിലാണ്. എന്നാ സഹോദരങ്ങളെ, ഇതൊരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊരിക്കലും തന്നെ